ആയിരുന്നു. കുറച്ചാൾ മുമ്പ് നാട്ടിൽ തിരിച്ചു വന്നിട്ട് ഞാൻ അതിരമ്പുഴ മുക്കൻസ് മീൻ ചട്ടി എന്ന് പറഞ്ഞൊരു ടോഡി ഷോപ്പും അതിനോടൊരു റെസ്റ്റോറൻറ്റ് നടത്തുന്നതായിട്ട് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. കാരണം അതോടനുബന്ധിച്ചുണ്ടായ ചില പ്രശ്നങ്ങൾ കാരണം നിങ്ങൾ പലരും അതിനകത്ത് ഇടപെട്ടിരുന്നു. എനിക്ക് ഈ നാട്ടിൽ നിലനിന്ന് പോകാനുള്ളൊരു അവസരം നിങ്ങൾ ഉണ്ടാക്കി തന്നു. ഞാൻ 2008 കാലഘട്ടം മുതൽ KSFEയുടെ ഒരു കസ്റ്റമറാണ്. കൃത്യമായിട്ട് ഞാൻ ചിട്ടി കൂടിയിരുന്നു. അതിൻ്റെ അകത്ത് ഏതാണ്ടൊരു 5 കോടി രൂപയുടെ പ്രോപ്പർട്ടികൾ, 9 വസ്തുക്കൾ, 5 കോടി രൂപയോളം പ്രോപ്പർട്ടികൾ ഞാൻ KSFEക്ക് ഈടായിട്ട് കൊടുത്തിട്ടുണ്ട്. 9 പ്രോപ്പർട്ടികൾ 5 ബ്രാഞ്ചിലായിട്ട് നൽകിയിരിക്കുന്ന ഒരു കസ്റ്റമറാണ്. 2021 വരെ എനിക്ക് ഏതാണ്ടൊരു 75ഓളം ചിട്ടികൾ ആ സമയത്ത് ഞാൻ പിടിച്ച ചിട്ടികളുണ്ടായിരുന്നു. ഒരു 2 കോടി രൂപ മിച്ചമുള്ള ചിട്ടികൾ എനിക്ക് പിടിക്കാനുണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊറോണയുടെ പ്രതിസന്ധി വരുന്നത്. കൊറോണ പ്രതിസന്ധി വന്നപ്പോൾ KSFE ഒരു മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നു. KSFE ചിട്ടികളിൽ കൂടിയിട്ടുള്ള ആളുകൾക്ക്, പിടിച്ച ചിട്ടികളിലാണെങ്കിലും ശരി, പൈസ അടച്ചില്ലേലും നിങ്ങൾക്ക് വീതപ്പലിശ നഷ്ടപ്പെടുത്തില്ല, പലിശയും നഷ്ടപ്പെടുത്തില്ല എന്നൊരു മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നു. ആ സമയത്ത് ഞാൻ ആ മൊറട്ടോറിയം ഉപയോഗിക്കുന്നു. ഞാൻ ആ പൈസ അടച്ചില്ല. അതിൻ്റെ അകത്ത് എൻ്റെ തിരിച്ചടവിൻ്റെ എമൗണ്ട് കുറയ്ക്കുക. ആ എമൗണ്ട് കുറയ്ക്കാനായിട്ട് ഞാൻ ഈ തിരിച്ചടച്ചുകൊണ്ടിരുന്ന പണം ആ 9 മാസം, മൊറട്ടോറിയം 9 മാസം നീണ്ടുന്നു. 9 മാസം. ആ 9 മാസം കൊണ്ട് ഞാൻ ആ പണം എടുത്തിട്ട് ദീർഘ തവണകൾ കിട്ടുന്ന, അതായത് 100 മാസത്തെ ചിട്ടികൾ, മൾട്ടി ഡിവിഷൻ ചിട്ടികൾ, കൂടുതൽ വീതപ്പലിശയുള്ള ചിട്ടികൾ നോക്കിയിട്ടൊരു 40 ലക്ഷം രൂപയുടെ ചിട്ടികൾ ഈ ഒരു സമയം കൊണ്ട് ഞാൻ പിടിച്ചു. അത് പിടിച്ചിട്ട് ഞാൻ പ്രൈസ് ചെയ്തില്ല. കാരണം പ്രൈസിങ്ങിലേക്ക് കടന്നില്ല. കാരണം എനിക്ക് ഈ സ്കീം തീർന്നു. അതിനകത്ത് അവരുടെ സ്കീം തീർന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ പേയ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് എല്ലാ ബ്രാഞ്ചുകളിലും, അത് 4 ബ്രാഞ്ചുകളിലാണ് ഞാൻ ഈ 40 ലക്ഷം രൂപയുടെ ചിട്ടി പിടിച്ചിരുന്നത്. മണ്ണർകാട് ബ്രാഞ്ചിൽ നിന്ന് 10 ലക്ഷത്തിൻ്റെ 2 ചിട്ടി, മെഡിക്കൽ കോളേജ് ബ്രാഞ്ചിൽ നിന്ന് 10 ലക്ഷത്തിൻ്റെ ഒരു ചിട്ടി, ഏറ്റുമാനൂർ സെക്കൻഡ് ബ്രാഞ്ചിൽ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ടിട്ട് അപേക്ഷ കൊടുത്തു. പക്ഷേ എൻ്റെ ദൗർഭാഗ്യമോ എന്തുകൊണ്ട് KSFE അങ്ങനെ സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് മണ്ണർകാട് ബ്രാഞ്ചിൽ നിന്ന് ഈ അപേക്ഷ പരിഗണിച്ച ഒരു ഉദ്യോഗസ്ഥനുണ്ടായൊരു വീഴ്ച. അദ്ദേഹം ഞാൻ കൊടുത്ത അപേക്ഷയുടെ കൂടെ കൊടുത്ത പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ്, അതായത് എനിക്ക് 5 ബ്രാഞ്ചിൽ പ്രോപ്പർട്ടി ഉണ്ട് എന്ന് ഈ ഉദ്യോഗസ്ഥൻ അറിയില്ലായിരുന്നു. അതിൻ്റെ അകത്ത് അദ്ദേഹം വിചാരിച്ചത് ഞാൻ ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന കമ്പ്യൂട്ടറിൽ കിട്ടിയ ഒരു ഡേറ്റ ഉണ്ട്. അദ്ദേഹം നോക്കിയപ്പം അപേക്ഷ എടുക്കുന്നു, അതിൻ്റെ കൂടെയുള്ള ഡോക്യുമെൻറ്റ്സ് ഏതാണ് കൊടുത്തിരുന്നതെന്ന് അദ്ദേഹം പരിശോധിക്കുന്നില്ല. അദ്ദേഹം അപേക്ഷ എടുത്തു, കമ്പ്യൂട്ടർ സ്ക്രീനിൽ പേരടിച്ച് നോക്കുന്നു. അടിച്ചു നോക്കിയപ്പം നേരത്തെ മുൻപ് അവിടെ ഒരു ചിട്ടിക്ക് വേണ്ടിയിട്ടൊരു പ്രോപ്പർട്ടി അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹം തെറ്റായിട്ട് ഒരു ബ്രാഞ്ചിലേക്ക് മാറ്റി അയക്കുന്നു. മാറ്റി അയച്ചു. അത് അവിടെയുള്ളതുകൊണ്ട് അവർ തിരിച്ചയക്കുന്നു. അതിനുശേഷം അവർ അതിരമ്പുഴയ്ക്ക് അയക്കുന്നു. അതിരമ്പുഴയിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി അവിടെ പിടിച്ച 10 ലക്ഷത്തിൻ്റെ ചിട്ടിയുടെ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് അവിടെ പരിശോധിക്കുന്ന സമയത്താണ് അങ്ങനത്തേക്കും മൊത്തത്തിൽ വന്നപ്പോൾ 30 ലക്ഷം രൂപയുടെ ചിട്ടിയോട് ബ്ലോക്ക് ആകുന്നു. അപ്പോൾ ഈ വീതപ്പലിശയും പലിശയും നഷ്ടപ്പെടാതെ അടയ്ക്കാൻ പറ്റുന്നൊരു 9 മാസത്തെ എൻ്റെ ഈ മുഴുവൻ ചിട്ടികളുടെയും വീതപ്പലിശയും പലിശയോടെ കൂട്ടി അടയ്ക്കേണ്ട അവസ്ഥ, വീതപ്പലിശ നഷ്ടപ്പെട്ടിട്ട് ഞാൻ പലിശയോടെ കൂടി അടയ്ക്കേണ്ട ഒരു അവസ്ഥയായി ഈ 9 മാസം കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നു. ഇതിൽ അവർ ആ സമയത്ത് പ്രോസസ്സ് ചെയ്ത് കൃത്യമായിട്ട് ഇത് വന്നിരുന്നെങ്കിൽ എന്നെ സംബന്ധിച്ചോളം ഇതിലേക്ക് വരവ് വെച്ചാൽ തീരുന്ന വിഷയമുള്ളൂ. അപ്പോൾ അവർക്ക് വന്ന മിസ്റ്റേക്ക് ആയതുകൊണ്ട് ഈ മണ്ണർകാട് ഉദ്യോഗസ്ഥർ പറഞ്ഞു, അതിനകത്ത് സോണി എന്ന് പറയുന്ന മാനേജർ പറയുന്നു, അദ്ദേഹത്തിന് KSFEയിൽ അറിയാം, ഈ ഉദ്യോഗസ്ഥരൊക്കെ പരിചയമായതുകൊണ്ട് അവരത് ശരിയാക്കി, അവർക്ക് വന്ന മിസ്റ്റേക്കാണ്, അവർ ശരിയാക്കി തരാം എന്നും പറഞ്ഞുകൊണ്ട് എന്നെ നേരെ KSFE MD കാണാൻ വേണ്ടി വിടുന്നു. ഞാനവിടെ പോയി MD കാണുന്നു, അപേക്ഷ കൊടുക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇത് വെച്ചുകൊണ്ട് അപേക്ഷ കൊടുത്താൽ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കേണ്ടി വരും, അതിൻ്റെതായ ചില പ്രശ്നങ്ങളും നൂലാമാലകളുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു അവസരോടെ തരണം എന്നൊരു അപേക്ഷ തരാൻ പറയുന്നു. ഞാൻ KSFE MD സുബ്രഹ്മണ്യൻ സാറിൻ്റെ അടുത്ത് നേരിട്ട് തന്നെ അപേക്ഷ കൊടുക്കുന്നു. അതിനകത്ത് എനിക്ക് കൊറോണയുടെ പ്രതിസന്ധി കാരണം ഇതുപോലെ അടയ്ക്കാനായിട്ട് പറ്റിയിട്ടില്ല, എനിക്കൊരു അവസരം തരണം എന്നൊരു അപേക്ഷ കൊടുക്കുന്നു. ഞാൻ അയർലൻഡിലേക്ക് തിരിച്ചു പോയി. പിന്നെ ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ട് എയർപോർട്ട് കുറേ നാളത്തേക്ക് ഇല്ല. ഞാൻ കൊടുത്ത അപേക്ഷയിൽ MD കാര്യം പറഞ്ഞാൽ അവിടെ നിന്ന് എഴുതി വിടുന്നുണ്ട് കാര്യം പറഞ്ഞാൽ, പക്ഷേ എനിക്ക് 13 ബ്രാഞ്ചിൽ ചിട്ടികളുണ്ട്. ഈ 13 ബ്രാഞ്ചിൽ ചിട്ടികളെ തമ്മിൽ കണക്ട് ചെയ്ത് വരുന്നൊരു നെറ്റ്വർക്ക് ഇവർക്ക് സോഫ്റ്റ്വെയർ സംവിധാനങ്ങളില്ല എന്നുള്ള വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് KSFE നടന്നു പോകുന്നത്. ട്രസ്റ്റഡ് ഫിനാൻഷ്യൽ പ്രൊവൈഡർ ഇൻ കേരള എന്നാണ് അവർ പറയുന്നത്, അല്ലേ? ഒന്നുമല്ല, വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് KSFEയുടെ നടത്തിപ്പ്. അവർക്ക് ഇതിനു വേണ്ട സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ ഇപ്പോഴും ഇല്ല. ഇവർക്ക് ഓരോ ബ്രാഞ്ചുകളിൽ നിന്നും പേപ്പറിൽ ഫയൽ എഴുതി ഈ ഫയലുകളിൽ ഈ റീജിയണൽ ഓഫീസിലേക്ക് വിട്ട് അവിടെ നിന്ന് വീണ്ടും ഇത് കൊറിയറിൽ വേണ്ട തിരിച്ചു വന്ന് ആ ഒരു സിസ്റ്റത്തിലല്ലാതെ ഈ സാധനം വർക്കാകുന്നില്ല.
ഇങ്ങനെ ഇവർക്കിത് പരിശോധിക്കാനുള്ള ഇതിന്റെ പുറകെ നമ്മൾ ആരെങ്കിലും നടന്നില്ലെന്നുണ്ടെങ്കിൽ ഈ ബ്രാഞ്ചുകളിൽ നിന്നുള്ള നെറ്റ്വർക്ക് എത്തത്തില്ല. എനിക്ക് ഏതൊക്കെ ബ്രാഞ്ചുകളിൽ കുടിശ്ശികയുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങൾ KSFBക്ക് ഇപ്പോഴും ഇല്ല എന്ന് നമ്മൾ ഈ ആധുനിക കാലത്ത് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കത്തില്ല. രേഖകൾ കൃത്യമായിട്ട് വിവരാവകാശ നിയമപ്രകാരം വെച്ച രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. പരാതി കൊടുത്തു, 9 മാസമായിട്ടും നടപടിയില്ല വന്നപ്പോൾ കോട്ടയത്ത് ദർശനായിൽ വെച്ച് മന്ത്രി, ചെയർമാൻ, MD എല്ലാവരും പങ്കെടുക്കുന്ന, ജനറൽ മാനേജർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു ഫംഗ്ഷൻ നടക്കുന്നു. ഞാൻ അവിടെ വെച്ച് മന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുക്കുകയാണ്. പരാതിയുടെ കോപ്പി നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം. ഞാൻ നേരിട്ട് പരാതി കൊടുക്കുന്നു, എനിക്ക് ഇന്നൊരു സംഭവം ഉണ്ടായി, ഇവിടുത്തെ ബ്രാഞ്ചിലെ മാനേജർമാർക്ക് പറ്റിയൊരു തെറ്റുകൊണ്ട് ഞാൻ ഇതിനുള്ള KSFBയിലെ കടക്കാരനായി എന്ന് പറഞ്ഞൊരു അപേക്ഷ കൊടുക്കുന്നു. ആ സമയത്തേക്ക് ഞാൻ 19 മാസത്തെ കുടിശ്ശികക്കാരനായി മാറിയ സമയത്ത് എന്നാൽ ഇവരിപ്പോൾ പരിഹരിച്ചു തരാം എന്നിട്ട് 19-20 മാസത്തോളമായി. അങ്ങനെ വന്നപ്പോഴേക്കും ഞാൻ അടയ്ക്കേണ്ട പൈസ ഹ്യൂജ് എമൗണ്ടാണ്. അതിൻ്റെ പലിശയും ഇത് പിടിച്ച് നഷ്ടപ്പെട്ടതും കൂട്ടി ഞാനൊരു 10, 12, 13 ലക്ഷം രൂപയുടെ അന്നത്തെ സമയത്ത് അടയ്ക്കണം, അഡീഷണൽ അടയ്ക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് അടയ്ക്കാൻ പറ്റത്തില്ല, എനിക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്കാണ്. ഞാൻ 40 ലക്ഷം രൂപയുടെ ചിട്ടി ആ സമയത്ത് പിടിച്ചിട്ടിരുന്നു. എൻ്റെ കുടിശ്ശികയിലേക്ക് വരവ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ അപേക്ഷ കൊടുത്തിരുന്നു, എല്ലാ ബ്രാഞ്ചുകളിലും അപേക്ഷ കൊടുത്തിരുന്നു. ആ അപേക്ഷയുടെ പ്രോസസ്സിങ് അവിടെ നടന്നിരുന്നു. അതൊരു ഉദ്യോഗസ്ഥന് ഇത് മാറിപ്പോയതിൻ്റെ പേരിൽ, ഡേറ്റ പരിശോധിച്ചതിന് മാറിപ്പോയതിൻ്റെ പേരിലുള്ള ബുദ്ധിമുട്ടുണ്ട്. എനിക്കത് ബുദ്ധിമുട്ടുണ്ടായി, അത് എനിക്ക് പരിഹരിക്കാൻ പറ്റില്ല. അങ്ങനെ വന്ന് ഞാൻ പരാതി കൊടുക്കുന്നു. ഇവർ പരാതി കൊടുത്തിട്ട് ഇവരുടെ ഭാഗത്ത് നടപടികൾ ഉണ്ടാകുന്നില്ല. ഒരു മന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുക്കുന്നു. മന്ത്രി തൊട്ടടുത്ത് MD നിൽപ്പുണ്ട്. അപ്പം മന്ത്രി ചോദിക്കുന്നത് എന്താ, ഞാൻ പറഞ്ഞു സാറിനറിയാം, എന്നാൽ ഒരു കാര്യം ചെയ്യും, MDയോട് പറയുന്നു നിങ്ങളൊരു കാര്യം ചെയ്ത് പരിശോധിക്കുക എന്ന് പറഞ്ഞു. മന്ത്രിക്ക് അവിടെ വെച്ച് തന്നെ MDക്ക് നേരിട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഈ പരാതിയായിട്ട് പോയി 3.5 മാസമായിട്ടും യാതൊരുവിധ അന്വേഷണങ്ങളും അതിലുണ്ടാകുന്നില്ല. ഞാനവിടെ ഫെബ്രുവരി 4-ാം തീയതി അവിടെ ചെല്ലുന്നു. ഈ പറയുന്ന 2023 ഫെബ്രുവരി 4-ന് KSFB ഓഫീസിൽ, തൃശ്ശൂർ ഓഫീസിൽ ചെന്നു, മെയിൻ ഓഫീസിൽ ചെല്ലുന്നു. MD അവിടെ ഇല്ല. ആ സമയത്ത് ഉണ്ടായിരുന്ന റിക്കവറി സെക്ഷന് മാനോട് ഞാൻ പറയുന്നു, അതിൻ്റെ അകത്ത് ഞാൻ നിങ്ങളുടെ ഒരു കസ്റ്റമറാണ്, 10-75ഓളം ചിട്ടികൾ നിലവിൽ പിടിച്ചിട്ടുള്ള ആളും ഇത്ര കോടിക്കണക്കിന് രൂപയുടെ ചിട്ടി പിടിക്കാനുള്ളതായിട്ട് കസ്റ്റമർ ഒരു പരാതി തന്നിട്ട് നിങ്ങൾക്ക് അന്വേഷിക്കാൻ പോലും ഒരു സംവിധാനമില്ല എന്ന് പറഞ്ഞാൽ പതറ്റിക്കാണെന്ന് ഞാൻ പറയുന്നത്. കാരണം എന്നെ ഒന്ന് ഫോണിൽ വിളിച്ച് ചോദിക്കാമല്ലോ. അതിനകത്ത് ഞാൻ എൻ്റെ റെസ്റ്റോറൻറ്റിൽ വന്നൊരു ഫുഡ് കഴിച്ചിട്ട് കസ്റ്റമർ ഒരു പരാതി പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അവരെ വിളിച്ച് ചോദിക്കത്തില്ല അതിനകത്ത് എന്താണ് സാർ പറ്റിയത്. ഈ ഇത്രയും ചിട്ടി കൂടിയ ഒരു വ്യക്തി ഇതുപോലെ NRA കസ്റ്റമർ ഞാനൊരു കാര്യം, ഒരു പരാതി കൊടുത്തിട്ട് ഇവർക്ക് അന്വേഷിക്കാൻ സംവിധാനങ്ങളില്ല എന്ന് വിവരാവകാശ നിയമപ്രകാരം പറയുന്നതിൻ്റെ അകത്ത് ഞാൻ ചോദിച്ചാൽ അവർ പറയുന്ന മറുപടി എന്താണെന്നറിയോ? അതിൻ്റെ അകത്ത് ഞങ്ങൾ സാധാരണ കസ്റ്റമറെ വിളിക്കാറില്ല, അന്വേഷിക്കാറില്ല. ലഭിക്കുന്ന എല്ലാ പരാതികളിലും അന്വേഷണം ഇതുപോലെ കസ്റ്റമർ വിളിച്ച് അന്വേഷണം നടത്തുക എന്നുള്ള സംവിധാനങ്ങൾ പ്രാക്ടിക്കൽ അല്ല. ചുരുക്കി പറഞ്ഞാൽ അവർക്ക് അങ്ങനെ ഒരു ഡിവിഷൻ ഇല്ല. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? കസ്റ്റമർ കെയർ എന്ന് പറയുന്ന ഒരു ഡിവിഷൻ KSFBക്ക് ഇപ്പോഴും ഇല്ല. KSFBക്ക് ഇല്ല. കസ്റ്റമറിന് പരാതി കൊടുത്താൽ അതിന് അന്വേഷിക്കാനുള്ളൊരു ഡിവിഷൻ പോലും ഇല്ലാതെയാണ് KSFB ഇപ്പോഴും ഈ പറയുന്ന 81,000 കോടി രൂപയുടെ ബിസിനസ് ഒരു വർഷം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ സ്ഥാപനം, കേരളത്തിലെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ സ്ഥാപനം പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ എൻ്റെ അവസ്ഥ? ഇവർക്ക് ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പുകളുണ്ട്. ഒരു കസ്റ്റമർ ഒരു പരാതി കൊടുത്താൽ അന്വേഷിക്കാൻ ഇവർക്കൊരു വിഭാഗമില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അവസ്ഥ അതിൻ്റെ അകത്ത്?